എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോണാലിസയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മോണാലിസ എന്ന് പറയുമ്പോൾ ആ പിക്ചറിൽ കാണുന്ന മോണാലിസ അല്ല കേട്ടോ, നമ്മുടെ കുംഭമേളയിലെ മാല വിൽക്കാനായിട്ട് വന്ന ഒരു തനിനാടൻ പെൺകുട്ടി മോണാലിസ. അപ്പോൾ ഇപ്പം നിങ്ങളെല്ലാവരും ഏകദേശം നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ മീഡിയക്കാർ ആ കുട്ടിയുടെ പുറകെ നടക്കുന്നത്. ആ ക്യാപ്ഷൻസ് കണ്ടിട്ടുണ്ടാവും, നല്ല ചാരക്കണ്ണുള്ള അല്ലെങ്കിൽ നല്ല വജ്ര കണ്ണുള്ള തേൻ നിറമുള്ള പെൺകുട്ടി, അതാണ് മോണാലിസ. അപ്പോൾ അവർ കുംഭമേളയിൽ അവരൊരു സീസൺ അനുസരിച്ച് അവർ മാല വിൽക്കാനായിട്ട് അവിടെ എത്തിയതാണ്. അപ്പോൾ ആ കുട്ടിയെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴി ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. മൊണാലിസ ഇപ്പോഴല്ല കേട്ടോ സോഷ്യൽ മീഡിയയിൽ വന്നത്, തൊട്ട് മുമ്പുള്ള ഒരു 3-4 വർഷം മുമ്പേ ഉള്ള വീഡിയോസിൽ ഡോക്യുമെൻ്ററിയിൽ മൊണാലിസ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഇത്രയും ഫേമസ് ആയിട്ട് മാറുന്നത്. അപ്പം നമ്മൾ ആ കുഞ്ഞിലെയുള്ള ഒരു 2-3 വർഷം മുന്നേ ഡോക്യുമെൻ്ററിയിൽ ആ കുറച്ച് പാർട്ടൊന്ന് കാണാം. അപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് കുഞ്ഞിലത്തെ മൊണാലിസ. അതായത് ഒരു 2-3-4 വർഷത്തിനകത്ത് ആ ഒരു ഡോക്യുമെൻ്ററിയിൽ അന്നും ഈ കണ്ണുകൊണ്ട് തന്നെയാണ് അവർ ആ ഡോക്യുമെൻ്ററി എടുക്കാൻ കാരണം, ചെറിയൊരു ഡോക്യുമെൻ്ററി. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ കുട്ടിയുടെ സൗന്ദര്യം കൊണ്ട് ഫേമസ് ആയെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഓരോരുത്തരെ ആ കുട്ടി വൈറലായതിന് ശേഷം മേക്ക് ഓവർ ചെയ്യാനൊക്കെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ തന്നെ ആ കുട്ടി വളരെയധികം സുന്ദരിയാണ്. കാരണം ഒന്ന് ആരാൾ നോക്കിയാൽ പിന്നെ നമ്മൾ നോക്കി നിന്ന് പോകുന്ന അത്ര തരത്തിലുള്ള സൗന്ദര്യമുള്ളൊരു കുട്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ വീഡിയോസ്, മൊണാലിസയുടെ വൈറലായ വീഡിയോസ് നമുക്കൊന്ന് കാണാം. जलने वालों जलो जलाना हमारा काम है और इंजल मोनालिसा ही मेरा नाम बहुत ही साधारण और बहुत ही साधारण सी लड़की है। അപ്പോൾ നിങ്ങൾ മൊണാലിസയുടെ വൈറലായ വീഡിയോസ് കണ്ടല്ലോ. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയക്കാരെ കൊണ്ട് മൊണാലിസയ്ക്കും മൊണാലിസയുടെ ഫാമിലിക്കാർക്കും, അതായത് കുടുംബക്കാർക്കും അവിടെ ഒരു തരത്തിലുള്ള കച്ചവടമോ അല്ലെങ്കിൽ അവർക്ക് സ്വൈര്യമായിട്ട് നടക്കാൻ പോലും ഈ സോഷ്യൽ മീഡിയക്കാർ സമ്മതിക്കുന്നില്ല. ആ കുട്ടി എവിടെ പോയാലും ആ കുട്ടിയുടെ പിറകെ ക്യാമറ കണ്ണുകളും കൊണ്ട് നടക്കുകയാണ്. അവരുടെ ജീവിതത്തിലെ പ്രൈവസിയാണ് സത്യത്തിൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അവിടെ നിന്ന് ഈ സോഷ്യൽ മീഡിയക്കാരുടെ അല്ലെങ്കിൽ വ്ളോഗർമാരുടെ ശല്യം കാരണം മൊണാലിസയെ ഇൻഡോറിലേക്ക്, നാട്ടിലേക്ക് പിതാവ് തിരിച്ചയച്ചു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ വീഡിയോ കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. इस वीडियो में दिख रहा है कि जो मोनालिसा है, जो कि वायरल है बहुत ज्यादा, प्रयागराज कुंभ में माला बेचने वाली लड़की, वो लोगों की भीड़ से परेशान होकर छुप रही है बाबा के टेंट में जाके, लोगों ने परेशान कर दिया. इस वीडियो में അപ്പോൾ ഇതാ കണ്ടല്ലോ. അപ്പോൾ അവസാനം ആ കുട്ടിക്ക് ഒരു തരത്തിലുള്ള മനസമാധാനം കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് സ്വാതന്ത്ര്യമായിട്ട് മുമ്പ് നടന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ അതിനും വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊണാലിസയെ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.